കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു യഹൂദന്മാരോട് അരുൾ ചെയ്തു, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല. എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരാളുണ്ട്. എന്നെക്കുറിച്ചുള്ള അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ യോഹന്നാൻ്റെ അടുത്തേക്ക് ആളയച്ചു, അവൻ സത്യത്തിന് സാക്ഷ്യം നൽകുകയും ചെയ്തു. ഞാൻ മനുഷ്യരുടെ സാക്ഷ്യം സ്വീകരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. കത്തിച്ചൊലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ. അല്പസമയത്തേക്ക് അവൻ്റെ പ്രകാശത്തിൽ ആഹ്ലാദിക്കാൻ നിങ്ങൾ ഒരുക്കവുമായിരുന്നു. എന്നാൽ യോഹന്നാൻ്റെ ഇതിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട്. എന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ സ്വരം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല, രൂപം കണ്ടിട്ടുമില്ല. അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു. മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല. എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല. എന്നാൽ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും. പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? പിതാവിൻ്റെ സന്നിധി ഞാനായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മോശയായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത്. നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. കാരണം എന്നെക്കുറിച്ച് അവൻ എഴുതിയിരിക്കുന്നു. എന്നാൽ അവൻ എഴുതിയവ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും? കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിത്രയും സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ ഈ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 31 മുതൽ 47 വരെയുള്ള തിരുവചനങ്ങളാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷവും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. കാരണം ബെത്സയിദ കുളക്കരയിൽ നടത്തിയ ആ ഒരു രോഗശാന്തി മൂലം യേശു നേരിട്ട ഒത്തിരിയേറെ ആരോപണങ്ങൾ. ഒന്നാമതായി സാബത്ത് ലംഘിച്ചു. പിന്നീട് ദൈവപുത്രൻ എന്ന അവകാശവാദം ഉന്നയിച്ചു. അതുവഴി വീണ്ടും യഹൂദരുടെ എതിരായിട്ട് പ്രവർത്തിക്കുന്നവനായിട്ട് മാറി, അല്ലെങ്കിൽ യഹൂദരുടെ വിരോധം ഏറ്റുവാങ്ങി. പിന്നീട് യേശു അവരെ ചോദ്യം ചെയ്യുന്ന ഒരു തലത്തിലേക്ക് എത്തുന്നതാണ് നമ്മൾ കാണുക. അതേസമയം ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ചൂണ്ടിക്കാണിക്കുന്ന ഒരു തെറ്റുണ്ട്. അത് യഹൂദരുടെ ജീവിതത്തിൽ അവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കാരണം പിതാവായ ദൈവം നൽകുന്ന സാക്ഷ്യം ഏറ്റെടുക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. യേശുവിന് സാക്ഷ്യം നൽകുവാനായി ആദ്യമേ സ്നാപക യോഹന്നാനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അവനിൽ വിശ്വസിക്കുവാൻ അവർ തയ്യാറായിരുന്നു. പക്ഷേ അത് അല്പസമയത്തേക്ക് മാത്രമായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരിയായി പിതാവായ ദൈവം ഈ ലോകത്ത് ചെയ്യാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ തന്നെ, അത് എനിക്ക് സാക്ഷ്യം നൽകുന്നു. ആ പ്രവൃത്തികളിൽ നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നില്ല. കാരണം ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലായിരുന്നു യേശുവിലൂടെ ദൈവം പ്രവർത്തിച്ചത്. യേശു പ്രവർത്തിക്കുന്ന ഓരോ അത്ഭുതങ്ങളും അവർ ഏറ്റുവാങ്ങുമ്പോൾ, അടയാളങ്ങൾ അവർ കാണുമ്പോൾ അതിൽ വിശ്വസിക്കുവാൻ അവർ തയ്യാറാകുന്നില്ല. അതാണ് യേശു എടുത്തു പറയുന്നത്. കാരണം പിതാവ് ഈ ലോകത്തിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ തന്നെ എനിക്ക് സാക്ഷ്യം നൽകുന്നുണ്ട്. പക്ഷേ അത് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അതേസമയം നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന നിയമങ്ങളിൽ വിശ്വസിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നു. കാരണം പഴയ നിയമ പുസ്തകത്തെ തന്നെ പൂർണ്ണമായി അവഗണിക്കുന്ന രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. പഴയ നിയമ പുസ്തകങ്ങളിലും യേശുവിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട്
അവതരിപ്പിക്കുമ്പോൾ ദൈവപുത്രൻ എങ്ങനെയായിരിക്കും കടന്നു വരുന്നത് എന്ന് സൂചിപ്പിക്കുമ്പോൾ അതിലൊന്നും വിശ്വസിക്കുവാൻ അവർ തയ്യാറാക്കുന്നില്ല. അതേസമയം സ്വന്തം നാമത്തിൽ ആരെങ്കിലും കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവനെ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ പ്രധാന തെറ്റ് യേശു ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയാണ്: പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഇവർ പരസ്പരം മഹത്വം സ്വീകരിക്കുന്നു, അതേസമയം ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം എന്ന് പറയുന്നത് ദൈവപുത്രനാണ്. ആ ദൈവപുത്രനെ അന്വേഷിക്കുവാനും കണ്ടെത്തുവാനും അവർക്ക് സാധിക്കുന്നില്ല. അതായത് അവരെ സംബന്ധിച്ച് യേശുവിനെ അവർ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ ദൈവപുത്രനായ യേശുവിനെ അവർ അറിയാൻ ശ്രമിച്ചില്ല. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, എന്നെ എൻ്റെ ദൈവത്തിനറിയാം, എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ കാണുന്ന ദൈവത്തിന് എന്നെ അറിയാം എന്ന് പലപ്പോഴും നമ്മൾ വാദിക്കാറുണ്ട്. അതേസമയം പലപ്പോഴും നമ്മൾ ചോദിക്കാതെ പോകുന്ന ഒരു ചോദ്യമാണ്, എനിക്ക് എൻ്റെ ദൈവത്തെ അറിയാമോ? ഇവിടെ യഹൂദ ജനത്തിന് സംഭവിച്ച ഒരു കാര്യം, അവർ ദൈവം തങ്ങളെ അറിയുന്നു എന്ന് പലപ്പോഴും വാദിക്കുന്നവരായിരുന്നു. പക്ഷെ അതേസമയം അവർ ദൈവത്തെ അറിയാതെ പോയി എന്നുള്ളതാണ്. ദൈവത്തെ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവം അയച്ച അവൻ്റെ പുത്രനെയും അറിയുവാൻ അവർക്ക് സാധിച്ചില്ല. പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനികളായ നാം പലപ്പോഴും ക്രിസ്തുവിൻ്റെ അനുയായികളാണ് എന്ന് ഏറ്റുപറയുമ്പോഴും നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ അനുയായികളായിട്ട് മാറുന്നുണ്ട്. നമ്മൾ ക്രിസ്തുവിൻ്റെ അനുയായികളായിട്ട് മാറണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ക്രിസ്തുവിനെ അറിയുന്നവരായിട്ട് മാറണം. ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിൽ അറിയാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഒരിക്കലും എനിക്ക് ക്രിസ്തുവിൻ്റെ അനുയായിയാണ് എന്ന് പറയുവാൻ സാധിക്കില്ല. നമ്മൾ ഏതൊരു ഗ്രൂപ്പിൻ്റെ പുറകെ പോകുമ്പോഴും അവരുടെ പ്രത്യേക ശാസ്ത്രങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് അത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുവാൻ തയ്യാറാവുക. അപ്പോൾ ക്രിസ്തുവിനെ അറിയുവാൻ നമ്മൾ തയ്യാറായാൽ മാത്രമാണ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അനുയായികളായിട്ട് മാറുക. ക്രിസ്തുവിനെ അറിയണമെങ്കിൽ ക്രിസ്തു എന്താണ് പ്രവർത്തിച്ചത് എന്ന് അറിയുവാൻ നമുക്ക് സാധിക്കണം. പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് എന്തിനു വേണ്ടിയാണ് അയച്ചത്? അവൻ്റെ പ്രവർത്തനങ്ങളിലൂടെ പിതാവായ ദൈവം എന്താണ് ആഗ്രഹിച്ചത്? അതെല്ലാം അറിയുവാൻ ശ്രമിച്ചാൽ മാത്രമാണ് അവനിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുക. അതിനാൽ പ്രിയമുള്ളവരെ, ഇന്ന് ഈ ദീപബലി നാം ആയിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്തിൻ്റെ ചൈതന്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, കൂടുതൽ സമയം ക്രിസ്തുവിനെ അറിയുവാൻ നമുക്ക് പരിശ്രമിക്കാം. ക്രിസ്തുവിനെ അറിയുവാൻ വേണ്ടി ദൈവവചനം വായിച്ചും ധ്യാനിച്ചും അതിലൂടെ എന്താണ് ദൈവം നമ്മോട് പറയുന്നത് എന്ന് ശ്രവിക്കുവാൻ നമ്മൾ തയ്യാറാണ്. പലപ്പോഴും നമ്മൾ ബൈബിൾ വായിക്കും, ഉടനെ അത് അടച്ചു വയ്ക്കും, അതിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്യില്ല. കാരണം ഒരു ചടങ്ങ് തീർക്കുന്നതായിട്ട് പലപ്പോഴും നമ്മുടെ ബൈബിൾ വായനകൾ മാറാറുണ്ട്. ദിവസവും ദൈവവചനം വായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും വായിക്കുന്നു, അതിനപ്പുറത്തേക്ക് നമ്മളൊന്നും ചെയ്യുന്നില്ല. പ്രിയമുള്ളവരെ, ദൈവവചനം വായിച്ചു കഴിഞ്ഞാൽ അല്പസമയം എപ്പോഴും നമ്മൾ മാറ്റിവെക്കണം. എന്തിനു വേണ്ടിയാണ്? നമ്മൾ വായിച്ച വചനത്തെക്കുറിച്ച് മനനം ചെയ്യുവാൻ വേണ്ടി. നമ്മൾ ആ വചനത്തെക്കുറിച്ച് കൂടുതലായി മനനം ചെയ്താൽ മാത്രമാണ് അതിലൂടെ ദൈവം എന്താണ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുക. അതിനാൽ ഈ നോമ്പുകാലം അതിനുള്ള ഒരു നല്ല സമയമാണ് എന്ന ബോധ്യത്തിൽ ദിവസവും വചനം വായിച്ചുകൊണ്ട് ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതുവഴി ക്രിസ്തു ആരാണെന്നും എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനം എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അതിനുവേണ്ടി അനുഗ്രഹിക്കട്ടെ. ആമേൻ.